ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയി മാത്യുപുറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് മാർച്ച് 30 മുമ്പേ തൻ്റെ ഫാമിലിപരമായ ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കേണ്ടതിനായിട്ടും പ്രത്യേകിച്ച് കോടതിയിൽ തനിക്കൊരു അനുകൂല വിധി വരേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഫേവർ വെളിപ്പെടുവാൻ, കർത്താവിൻ്റെ കരം വെളിപ്പെട്ടു വരുവാനായിട്ട് ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനും അത്ഭുതം ദൈവം ചെയ്യുമെന്നുള്ളത് നാം കാണാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്നുള്ള വചനത്തിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ മാർച്ച് 30 മുമ്പേ ഒരത്ഭുത വിടുതൽ തൻ്റെ മേലിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തൻ്റെ ജോലിയെ ബാധിക്കരുത്. അതേപോലെ തന്നെ തൻ്റെ യാത്രകളിലൂടെ ദൈവം കൂടെ ഇരിക്കേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായിട്ടും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ തൻ്റെ മാതാവിനെയും പിതാവിനെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് അവർക്ക് കൂടുതൽ ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും ദൈവം നൽകേണ്ടതിനായിട്ട് എൻ്റെ കൂടെ നിങ്ങളും വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ദൈവം യോബിൻ്റെ ദൈവമാണ്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഒരു ഭയങ്കരമായ ദൈവിക വിടുതൽ, ഒരു ഭയങ്കരമായ ദൈവിക കരം ഈ എപ്പിസോഡിനകത്തുണ്ട്. ഒരു മറുപടി വരാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ജോൺ ജോയി മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ ഒരു വിടുതൽ തൻ്റെ വെളിയിൽ വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഈ മാർച്ച് 30 മുമ്പേ തമ്പുരാൻ്റെ കരം തനിക്ക് അനുകൂലമാകേണ്ടതിനായിട്ട് കർത്താവെ, നാളുകളായി കാത്തിരിക്കുന്ന ചിലതിനകത്ത് ഒരു ഭയങ്കര മറുപടി, യേശു ഇന്നും ജീവിക്കുന്നു എന്നും ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അടയാളമായി മകൻ തീരുന്നതിനായി സ്തോത്രം. ലോകത്തിനൊരു വലിയ ടെസ്റ്റ് മണിയാക്കി അങ്ങ് തീർക്കണമേ അപ്പ. യേശുവെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു മറുപടി വെളിപ്പെടുത്തണമേ, അത്ഭുതത്തെ വെളിപ്പെടുത്തണമേ യേശുവെ. തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ അങ്ങ് കൈവിടാത്തവനാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ കോടതി അനുകൂലമാകട്ടെ, സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. തനിക്കും തൻ്റെ കുടുംബത്തിനും വിരോധമായി വീശിയ കാറ്റുകൾ അടങ്ങട്ടെ, തിരമാലകൾ അടങ്ങട്ടെ. അത്ഭുതകരമായ ശാന്തത തൻ്റെ കുടുംബത്തിലും തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വെളിയിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജോലിയിൽ നിൽക്കുന്ന എല്ലാ എതിരുകളും മാറി അസാധാരണ ദൈവപ്രവൃത്തിയിലേക്ക്, അസാധാരണമായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് താൻ ഈ ദിവസങ്ങളിൽ കയറിപ്പോകുന്നു. ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു കാഴ്ച കാണുന്നു. ഈ ദിവസങ്ങളിൽ ജോലിയിൽ ഒരു വലിയ ദൈവിക വിടുതൽ, കർത്താവെ, ഉയർച്ച വരട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവെ, തിരുരക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ മറുപടി, വലിയ ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ സംഭവിച്ചതിനായി മാമി. കർത്താവ് അത്ഭുതം ചെയ്തതിനായി മാമി. യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര മറുപടി വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മാതാവിനെയും പിതാവിനെയും കൂടെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ സന്തോഷിക്കുവാൻ, വലിയ സമാധാനത്തിലേക്ക് നടക്കുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി മാമി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഈ മാർച്ച് 30 മുമ്പേ ഒരു വലിയ അടയാളം കാണുവാൻ, ദൈവം കൂടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരുന്നവരെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതൊരു വലിയ വിടുതലാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആ നിലയിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ,
അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ വചനത്തിന് ജീവനുണ്ടെന്ന് എബ്രായ ലേഖനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതെന്നും നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ജീവൻ പകരപ്പെടുകയും പുത്തൻ വഴികളെ ദൈവം തുറക്കുകയും ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ഒരു പദം കൊണ്ടൊന്ന് കയറി പറയുകയാണ്. 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഈ വചനം നിനക്ക് വേണ്ടി ഇപ്പോൾ പുത്തൻ വഴികളെ തുറക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവേദനയോട് ദൈവത്തിന് പറയാനുണ്ട്, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മൾ യോഹന്നാനിലേക്കൊന്ന് മടങ്ങി വരികയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ജീവിതത്തിനകത്തെല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ഇനി ഒരു വഴിയില്ല, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞാലും സുവിശേഷം സുവാർത്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി അവൻ മറുവിലയായി തീർന്നു. വിശ്വസിക്കാമെങ്കിൽ കാൽവരി ക്രൂശിൽ നിന്റെ പാപങ്ങളെ, നിന്റെ രോഗത്തെ, നിന്റെ കടബാധ്യതയെ അവൻ ചുമന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് സുവിശേഷം സുവാർത്തയായി തീരുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ ആഴത്തിൽ ഇതാ കർത്താവിന് അസാധ്യമായിട്ടും മാറ്റാൻ കഴിയാത്തതുമായിട്ടും ഒന്നുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലും എന്നെ കേൾക്കുന്നവരുണ്ടോ, ഇതാ ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുടെ മേലേക്ക് ചലിക്കാൻ പോവുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി കൊണ്ടുവരികയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഈ വചനം നിന്നെ കരകയറ്റാൻ പോവുകയാണ്. ഈ വചനം നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസത്തെ ഈ വചനം കൊണ്ടുവരാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, ആരൊക്കെ ചോദിക്കുന്നു, ഈ വചനം എങ്ങനെയാണ് എന്നിൽ ചലിക്കുന്നത്, എൻ്റെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഒന്നുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി ദൈവവചനത്തിന്റെ ആഴം പറയുകയാണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അതൊരു മനുഷ്യന്റെ വാക്കുകളായിട്ടോ മനുഷ്യന്റെ വചനമായിട്ടോ അല്ല നിങ്ങൾ കേട്ടത്. സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ ഈ ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. എത്ര പ്രതികൂലത്തിലിരിക്കുന്നവരും എത്ര പ്രശ്നത്തിലിരിക്കുന്നവരും ദൈവവചനത്തെ കൈക്കൊണ്ടാൽ, ദൈവവചനത്തിനെ അതിൻ്റെ വലിപ്പത്തിൽ സ്വീകരിച്ചാൽ ആ വചനത്തിന്റെ ശക്തി അവനിൽ വ്യാപരിക്കും. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് സ്വീകരിച്ചോ. എങ്ങനെയാണ് പാല് തൈരായി തീരുന്നതെന്ന് ചോദിച്ചാൽ, ഒരല്പം തൈരാണ് ആ ഒരുക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് നാം ഇടുന്നത്. എന്നാൽ ചില മണിക്കൂറിനുള്ളിൽ ആ പാല് മുഴുവൻ തൈരായി തീരുന്നത് പോലെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളിത് വ്യാപരിക്കുകയാണ്. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിടുതൽ വേണ്ടത്, ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയാണ്, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിക്കുന്നു, വെളിച്ചമാണ് ഈ ഭൂമിയിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾ ഈ സ്വീകരിക്കുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കാൻ പോവുകയാണ്. കാരണം യേശയ്യാവ് 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. വചനം അയക്കപ്പെടുന്നതാണ്. ആ വചനം തിരിച്ചു വെറുതെ മടങ്ങിപ്പോകുന്നില്ല. അതിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയും അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയോടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ദൈവവചനം നിങ്ങൾക്ക് വേണ്ടിയാണ് അയക്കപ്പെടുന്നത്.
അതിൻ്റെ ഇഷ്ടം നിങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇത് അയച്ച കാര്യം സാധിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് എൻ്റെ കൂടെ ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇതാ ദൈവവചനത്തിൻ്റെ ശക്തി അസാധാരണമായി ഓരോ മക്കളുടെ മുന്നിലേക്കും വെളിപ്പെട്ട് വരേണ്ടതിനായി, ഓരോ മക്കൾക്കും ഇന്ന് ഈ കേൾക്കുന്ന വചനത്തിൻ്റെ ആഴം മനസ്സിലാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അനേകരുടെ കണ്ണുകൾ തുറക്കണമേ അപ്പാ, അനേകരെ സ്പർശിക്കണമേ അപ്പാ. ചില ജീവിതങ്ങളിൽ വലിയ സൗഖ്യമായി വിടുതലായി ഈ ദൈവത്തിൻ്റെ വചനം തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കൾക്കും വേണ്ടി വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഒരു ആഴമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവനെ നിർബന്ധിച്ചു. 23-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. 24-ാമത്തെ വാക്യം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരെ അടുക്കൽ വന്നു. പ്രിയരെ, ഈ വചനം നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതൊരു അസാധാരണ വെളിപ്പാടായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റുന്നതായി തീരും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അന്ന് വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരെ അവൻ നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുകയാണ്, തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാനായിട്ട്. ഇതാ ശിഷ്യന്മാർ മാത്രമുള്ള പടക് അക്കരയ്ക്ക് പോവുകയാണ്. താൻ ഇതാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തനിയെ മലയിലേക്ക് കയറി പോവുകയാണ്. താൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് ആ സമയം ചെലവഴിക്കുമ്പോൾ 24-ാമത്തെ വാക്യം പറയുന്നു, പടകോ പല നാഴിക ദൂരത്തായി. എന്നെ കേൾക്കുന്നവരെ, യഹൂദന്മാരുടെ കണക്കനുസരിച്ച് വൈകുന്നേരം 6 മണിയാവുമ്പോൾ അവർ ദിവസത്തെ ആരംഭിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 6 മണി മുതൽ 9 വരെയും 1-ാമത്തെ യാമവും, 9 മുതൽ 12 വരെയും 2-ാമത്തെ യാമവും, 12 മുതൽ 3 മണി വരെ 3-ാമത്തെ യാമവും, 3 തൊട്ട് 6 വരെയും 4-ാമത്തെ യാമവുമായി കാണുകയാണ്. ഇതാ പല നാഴിക ദൂരത്തായി എന്ന് പറഞ്ഞാൽ ആ കണക്ക് വ്യക്തമായി 25-ാമത്തെ വാക്യത്തിൽ നമ്മെ കാണിക്കുകയാണ്. 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഈ വചനത്തിനകത്ത് വളരെ വ്യക്തമായാണ് രാത്രിയിലെ 4-ാം യാമം എന്ന് പറയുന്നത്. യേശു വൈകുന്നേരം പ്രാർത്ഥിക്കാനിരുന്നു. എൻ്റെ അനുഭവത്തിൽ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി താൻ ദൈവത്തോട് തനിയെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ വ്യക്തമായി വിളിച്ചു പറയാം, 4-ാം യാമത്തിലാണ് അവൻ നടന്നവരെ അടുക്കൽ ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ 3 യാമങ്ങൾ ശിഷ്യന്മാർ തനിയെ യാത്ര ചെയ്തു. അവരുടെ ജീവിതത്തിൽ കാറ്റ് പ്രതികൂലമാകുകയും തിരകളാൽ അവർ വലയുകയും ചെയ്യണം. ഇനി അവർക്ക് മുമ്പോട്ടൊരു സാധ്യതയില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവര് രാത്രി 12 തൊട്ട് 3 വരെയുള്ള സമയമായിരിക്കാം അവർ വല്ലാതെ കഷ്ടപ്പെട്ടത്. ഇതേ തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളോടൊരാഴം തുറക്കുകയാണ്. യാമങ്ങളുടെ കണക്കിൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ വ്യക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ പ്രഭാതയാമത്തിൽ നിങ്ങളൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഓരോ ജീവിതങ്ങളെയും വ്യക്തമായി ശ്രദ്ധിച്ചു നോക്കിയാൽ ഓരോ രാത്രിയും വളരെ ഭാരത്തോടാണ് കിടക്കാൻ പോകുന്നത്. നാളെ എന്ത് ചെയ്യും, നാളത്തെ കാര്യം, പ്രത്യേകിച്ച് പലവരും ബാങ്കിലെ പല നോട്ടീസിലും, പ്രത്യേകിച്ച് ലോണ്, കടബാധ്യത, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയത്തിനകത്ത് അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഭാരപ്പെട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിൽ ഭാരപ്പെട്ടുകൊണ്ട് കിടക്കാൻ പോകുന്നു. അങ്ങനെയാണ് കുടുംബ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അറിയാം, ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ല, മക്കളോട് സംസാരിക്കുന്നില്ല. ഇതേപോലെ ഭാര്യ അറിയാം, മക്കളോട് മിണ്ടുന്നില്ല. ഇങ്ങനെയൊക്കെ കുടുംബ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത ദിവസത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണമെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, യാമങ്ങളുടെ കണക്കുകൾ തിരിച്ചറിയാമെങ്കിൽ നിങ്ങൾ രാത്രികളിൽ ആ ഭാരത്തെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ, ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വലിയ ആഴമാണ് ഈ രാത്രിയിലെ പ്രാർത്ഥനകളിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. ഈ 3 യാമങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിൽ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രഭാതയാമം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യാമമായിരിക്കും. പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഈ യാമങ്ങളുടെ കണക്കിലൊന്ന് തൊടുകയാണ്. യഹൂദൻ വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിനെ 6 മണി വരെയും അവൻ യാമങ്ങളുടെ കണക്ക് പറയുമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ മണിനേരത്തെ കണക്ക് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോൾ പത്രോസ്
11 പേരോട് നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. 15-ാമത്തെ വാക്യം, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണിനേരമേ ആയിട്ടുള്ളല്ലോ. പകൽ 3-ാം മണിനേരം എന്ന് പറഞ്ഞാൽ 6 മണി വരെയാണ് നമ്മൾ പ്രഭാതയാമമായി കാണുന്നത്. ആ പ്രഭാതയാമം അല്ലെങ്കിൽ 4-ാം യാമമായി കാണുന്നത് 3 മുതൽ 6 മണി വരെയുള്ളതാണ്. 6 മണി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ യഹൂദൻ കാണുന്നത്, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 7, 8, 9, ഈ 9-ാം മണിയിലാണ് പത്രോസ് പറയുന്നത് പകൽ 3-ാം മണിനേരമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ആ സമയത്ത് സാധാരണപ്പെട്ട ആരും ലഹരി പിടിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരത്തില്ല. എന്ന് പറഞ്ഞാൽ അവർ മദ്യപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരത്തില്ല. രാവിലെ 9 മണിക്ക് ആരും മദ്യപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരത്തില്ല. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ച് പറയുകയാണ്, ഇതാ യഹൂദന്റെ കണക്കനുസരിച്ച് വൈകിട്ട് 6 മുതൽ വെളുപ്പിനെ 6 വരെയും അവൻ യാമങ്ങളുടെ കണക്ക് പറയുമ്പോൾ, വെളുപ്പിനെ 6 മുതൽ വൈകുന്നേരം 6 വരെയും അവൻ മണിനേരത്തെ കണക്ക് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി അത് വ്യക്തമായി നമ്മെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ സമയം മുതൽ നിങ്ങൾ നിങ്ങളുടെ രാത്രി യാമങ്ങളെ വ്യക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ പ്രഭാതത്തിൽ നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തികളെ കാണുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം പഴയ നിയമം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, യാക്കോബ് തനിക്കുള്ളതിനെല്ലാം അക്കരയാക്കിയിട്ട് രാത്രിയിൽ അവൻ തനിയെ യാബോക്കിന്റെ കടവിൽ ശേഷിക്കുകയാണ്. ദൂതനുമായി മല്ല് പിടിച്ചു. പ്രഭാതത്തിൽ ദൂതൻ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? എന്നെ കേൾക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് രാത്രികളിൽ നിങ്ങൾ ഉണർന്നൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഭാതത്തിൽ വലിയ സന്തോഷം, വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നത് കാണാൻ കഴിയും. ഞാനതൊന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 63-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, 6-ാമത്തെ വാക്യം, എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെ തൃപ്തി വരുന്നു. ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്നതുപോലെ എനിക്ക് തൃപ്തി ദൈവം വരുത്തുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥത വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം വെളിപ്പെടണമെങ്കിൽ നാം രാത്രിയിൽ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളൊന്ന് വ്യക്തമായി തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതാ യേശുവും തൻ്റെ ശിഷ്യന്മാരും അക്കരയ്ക്ക് പോവുകയാണ്. അക്കരയ്ക്ക് പോകുമ്പോൾ യേശു കർത്താവ് ഇതാ അമരത്ത് തലവെച്ചുറങ്ങുകയാണ്. ആ സമയത്ത് ഇതാ തിരകളും ചുഴലിക്കാറ്റും ആ പടകിനെ മുക്കുവാൻ തക്കവണ്ണം ആഞ്ഞു വീശുകയും തിരകൾ തള്ളിക്കയറുകയും ചെയ്യുക. എന്നാൽ ആ തിരമാലയ്ക്കോ കാറ്റിനോ യേശുവിനെ ഉണർത്താൻ കഴിയുന്നില്ല. ശിഷ്യന്മാരുടെ നിലവിളിയിൽ എൻ്റെ യേശു കർത്താവ് എഴുന്നേൽക്കുകയാണ്. ഞാൻ വാസ്തവമായും നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ അവസാനിപ്പിക്കാൻ വെല്ലുവിളിക്കുന്ന എല്ലാ എതിരുകളെയും എൻ്റെ യേശുവിനാൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. നിങ്ങളൊന്ന് വിശ്വസിച്ച് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചതായി കാണുകയാണ്. അപ്പോൾ വലിയ ശാന്തതയുണ്ടായി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദൈവം എഴുന്നേറ്റാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനവും വലിയ ശാന്തതയും വെളിപ്പെട്ടു വരും. ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്നെ തൃപ്തി വരുത്തിയതുപോലെ. എന്നെ കേൾക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മെ തൃപ്തി വരുത്തുന്ന, നമ്മെ സമാധാനത്തിലേക്ക് നടത്തുന്ന ഒരു വലിയ തലമാണ് രാത്രിയുടെ യാമങ്ങളുടെ പ്രാർത്ഥന. ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദാനിയേൽ പ്രവചനം ആഴമായി പഠിക്കുന്നവർക്കറിയാം, ദാനിയേൽ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും നാം ദൈവസന്നിധിയിൽ യഹൂദനെ പോലെ പ്രാർത്ഥിക്കാൻ നിൽക്കുമെങ്കിൽ അതിനകത്ത് വലിയ ആഴമുണ്ട്, ദൈവപ്രവൃത്തികൾ നടക്കും. ഹല്ലേലൂയ. കാരണം യഹൂദന്റെ സമയം അനുസരിച്ച് ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും അതിനകത്ത് എന്തോ ഒരു വലിയ ആഴമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ നിലകളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ വചനത്തെ ശ്രദ്ധിച്ചോ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുകയാണ്. പിന്നെ രാജാവ് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല, ഉറക്കം അവനെ വിട്ടുപോയി. ഈ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാനിയേലിനെ അവർ സിംഹക്കുഴിയിലേക്ക് തള്ളി. ഞാനിങ്ങനെ തന്നെ ചിന്തിക്കുന്നത്, ഒരു വൈകുന്നേരമായിരിക്കാം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്നത്. എന്നിട്ട് രാജാവിൻ്റെ മോതിരം കൊണ്ട് ആ സിംഹത്തിൻ്റെ ഗുഹ മുദ്ര വെച്ചു. ഇനി ആർക്കും അതിനെ തുറക്കാൻ കഴിയാതെ വണ്ണം ആ നിലകളിൽ അവർ അടച്ചു ഉറപ്പുവരുത്തി. അത് കഴിഞ്ഞപ്പോൾ രാജാവ് ദാനിയേലിനെ സ്നേഹിക്കുന്നത് കൊണ്ട് രാത്രിയിൽ അവൻ ഉപവസിച്ച് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കഴിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ ദിനം പ്രതി ചെയ്തു വന്നിരുന്ന ഒന്നും ചെയ്തില്ല. ആ രാത്രിയിൽ അവൻ പ്രാർത്ഥനയോടാണ് ആയിരുന്നത്.
എന്നിട്ട് 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, രാജാവ് അതികാലത്തെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഇനി ഒരു മാർഗമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാത്രി യാമങ്ങളിൽ നിങ്ങളൊന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചാൽ രാവിലെ ചില വിഷയങ്ങൾക്ക് മറുപടി വരും. ജീവിതത്തിൽ തീർന്നെന്നും ഇനി മറുപടിയില്ലെന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ഇതാ സിംഹക്കുഴിയിൽ വീഴുകയാണ്. ലോകപ്രകാരം സിംഹങ്ങളുടെ ഗുഹയിൽ ഒരാൾ വീണാൽ അവനെ തിരിച്ചു കിട്ടത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ സിംഹക്കുഴിയിൽ വീണാൽ സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ദൈവം ചലിക്കും. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ സിംഹങ്ങൾ ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുമടക്കി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എതിരുകൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. ആത്മാവിനെ തന്നെ സ്വീകരിച്ചോ. ഇപ്പോൾ ചിലവർക്ക് വേണ്ടി വിടുതൽ വരികയാണ്. ഇപ്പോൾ ചിലവരുടെ ജീവിതത്തിനകത്ത് എതിരായി വീശുന്ന ചില കാറ്റുകൾ അവസാനിക്കാൻ പോവുകയാണ്. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ഉണരുക, പ്രാർത്ഥിക്കുവാൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ദാനിയേലിന് വേണ്ടി രാജാവ് രാത്രിയിൽ ഉപവസിച്ചു, രാത്രിയിൽ പ്രാർത്ഥന കഴിച്ചു. താൻ വെപ്പാട്ടികളെ ഒന്നിനെയും തൻ്റെ ശയനഗ്രഹത്തിൽ കൊണ്ടുവന്നില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, തീരുമാനത്തോടുള്ള പ്രാർത്ഥന അസാധാരണ വഴികളെ തുറക്കും, അസാധാരണമായ ദൈവപ്രവൃത്തികളെ കൊണ്ടുവരും. ഞാൻ ഒന്നുകൂടെ ഒരു ആഴം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. യേശു കർത്താവ് പരീക്ഷകളെ ജയിക്കുവാൻ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചതായി കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത ദിവസങ്ങളിൽ ശത്രു വെച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളെയും എല്ലാ തന്ത്രങ്ങളെയും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. അതേ നിലയിൽ തന്നെ നിന്ന് നിങ്ങൾ നോക്കേ, 20-ാമത്തെ വാക്യത്തിൽ ഇതാ രാജാവ് ദുഃഖ ശബ്ദത്തോടാണ് ദാനിയേലിനോട് സംസാരിക്കുന്നത്. 20-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണ്. ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനോ എന്ന് ചോദിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, എല്ലാ എതിരുകളെയും പ്രാർത്ഥനയിൽ ജയിക്കുവാൻ കഴിയും. ദുഃഖ ശബ്ദത്തോടാണ് രാജാവ് ചോദിച്ചത്. കാരണം രാജാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ സിംഹങ്ങളുടെ വായടച്ചുകൊണ്ട് ആ പട്ടണത്തിൽ ഒരു സാക്ഷിയായി എഴുന്നേറ്റ് വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നു. ഞാൻ നിങ്ങളെ നോക്കി ഒന്നുകൂടെ ആഴം വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കാൻ ഉണരുക. ഉണർന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ നന്മകൾ വെളിപ്പെട്ടു വരും. ഒരാഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണം. ഇനി ശത്രുവിന് കള വിതയ്ക്കാൻ കഴിയാത്ത രീതിയിൽ നീ ഒരു കാവൽക്കാരനായി തീരുകയാണ്. നീ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആഴമായി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ എൻ്റെ ദൈവം നന്മ കൊണ്ട് നിന്റെ ജീവിതത്തിൽ തൃപ്തി വരുത്താൻ പോവുകയാണ്. ആഴമായി പ്രാർത്ഥിച്ച ഈ മിനിറ്റ് മുതൽ പ്രാർത്ഥിക്കുന്ന നീ കാവൽക്കാരനാണ്. ഞാൻ ആഴം നിങ്ങളെ നോക്കി വിളിച്ച് പറയട്ടെ, ഇതാ സഭ രാത്രിയിൽ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണത്. ഹല്ലേലൂയ. പത്രോസിനെ കാരാഗ്രഹത്തിൽ ഹെരോദാവ് അടച്ചിരിക്കുകയാണ്. അവൻ ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം പത്രോസിനെ യാക്കോബിനെ കൊന്നതുപോലെ കൊല്ലുമെന്നുള്ളത്. പക്ഷെ സഭ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശത്രു അറിയാത്തൊരു വഴി ആ രാത്രിയിൽ ദൈവം തുറക്കുകയാണ്. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ഇതാ ദൂതൻ ഇറങ്ങി പത്രോസിനെ തട്ടി വിളിക്കുമ്പോൾ തന്നെ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞുപോയി. 1-ാം കാവലും 2-ാം കാവലും ദൂതൻ തുറന്നു കൊടുത്തു. പട്ടണത്തിന്റെ വാതിൽ, ഇരുമ്പ് വാതിൽ അവന് സ്വതമേ തുറന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ പത്രോസിന്റെ കഴിവല്ല, സഭ രാത്രിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരു കൈമാറ്റം രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പോൾ അറിയാം, സാഹചര്യങ്ങൾ നമ്മളെ ഒതുക്കിയിട്ടുണ്ടാകാം. നാം കടന്നു പോകുന്ന ടെൻഷൻ, നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് മുമ്പിൽ വഴിയില്ലെന്നുള്ള വലിയ ശത്രുവിൻ്റെ വെല്ലുവിളികൾ, അതിനെ ജയിക്കുവാൻ ദൈവസന്നിധിയിൽ കർത്താവെ അങ്ങയുടെ ആത്മാവിനെ അധികമായി എൻ്റെ മുന്നിൽ പകരണമേ. പ്രാർത്ഥനയിൽ ഒന്ന് ഉറ്റിരിക്കുവാൻ, പ്രാർത്ഥനയിൽ അങ്ങയുമായി സംസാരിക്കുവാൻ, കർത്താവെ രാത്രികാലങ്ങൾ ഉണരുവാൻ, യാമങ്ങളുടെ നടുവിൽ ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവെ അങ്ങനെ സഹായിക്കണമേ എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇതാ പത്രോസിന്റെ കെട്ടിനെ അഴിച്ച, പത്രോസിന്റെ വാതിലുകൾ തുറന്നു കൊടുത്ത ദൂതൻ ഇതാ നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയിൽ പട്ടണത്തിന് എന്തോ വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവരെ അകത്ത തടവറയിൽ
വിടുതലാക്കി. പൗലോസിനെയും ശീലാസിനെയും കുറിച്ചാണ് പറയുന്നത്. കൈകാലുകൾ ആമത്തിലിട്ട് ബന്ധിക്കപ്പെട്ടവരാണ്, പക്ഷെ അവരെ അതരം ബന്ധിക്കപ്പെടാത്തത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യാൻ തുടങ്ങി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അതരം ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ ഈ മിനിറ്റ് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തെ അടച്ച, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചില കാരാഗ്രഹ ശക്തികൾ ഇപ്പോൾ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ദൗത്യങ്ങൾ തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കുക. അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഹല്ലേലൂയ, അവരെ കുടുംബത്തെ ഓർത്ത് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ രാത്രി യാമങ്ങളിൽ ഉണരുക. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഇന്നും ശക്തിയുണ്ട് പ്രിയരെ. പ്രാർത്ഥന ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെ വേണ്ടിക്ക് ഇപ്പോൾ ഒരു കൈമാറ്റം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ജയം ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നമ്മൾ കുറിവാക്യമായി ചിന്തിച്ച് ആ ഭാഗത്തേക്ക് വരികയാണ്. അവർ തിരകളാൽ വലഞ്ഞു, അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം പറയുന്നു, 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്ന് അവരെ അടുക്കൽ വന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ലോകപ്രകാരം മണിക്കൂറുകൾ തുഴഞ്ഞിട്ടും മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടും എങ്ങും എത്താൻ കഴിയാതെ നിൽക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ വേഗത വർദ്ധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാം. കാരണം യേശു കർത്താവ് അന്ന് വൈകുന്നേരം ആ മലയിൽ തനിയെ തൻ്റെ പിതാവിനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിൽ നിൽക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്നവൻ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതാ തിരമാലകളാൽ വല്ലാതെ ഭാരപ്പെട്ട ആ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവൻ തിരമാലയുടെ മുകളിലൂടെ നടന്നു വന്നു. നിന്നെ തകർക്കുന്ന പ്രശ്നങ്ങളുടെ മുകളിലൂടെ നിനക്ക് നടക്കുവാൻ പ്രാർത്ഥനയിൽ കഴിയും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്. നമ്മൾ വായിച്ച ആ വാക്യത്തിലോട്ട് വരുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം. രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരെ അടുക്കൽ വന്നു. നിങ്ങളിപ്പോൾ ഒന്ന് ഉണരാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് കരം നീട്ടി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ എഴുന്നേൽപ്പിക്കുന്നതാ പ്രാർത്ഥന. ദൈവം എഴുന്നേറ്റാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ വാതിലുകൾ തുറക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ശാന്തതകൾ ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുമായി പോകുന്ന പടകിൽ എൻ്റെ കർത്താവ് എഴുന്നേറ്റപ്പോൾ അവരെ മുക്കുമെന്ന് വെല്ലുവിളിച്ചതെല്ലാം അടങ്ങി അവർക്ക് വലിയ ശാന്തതയുണ്ടായി. ഇതേ നിലയിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ രാത്രിയാമങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം എഴുന്നേൽക്കുകയാണ്. എല്ലാവർക്കും ആഗ്രഹം ദൈവപ്രവൃത്തിയാണ്. ദൈവപ്രവൃത്തി കാണണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവം എഴുന്നേൽക്കും നിശ്ചയമായും. 68-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കും. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം എനിക്കുള്ളതാണ്. ഇന്നത്തെ ഈ വചന കേൾവിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ഒരുമിച്ച് വിശ്വസിക്കണം. അടച്ചു വെച്ച ഇനി മുമ്പോട്ട് വഴിയില്ലെന്ന് പറഞ്ഞ ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, പ്രഭാത യാമത്തിൽ കല്ലുകൾ ഉരുളാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റെന്നുള്ള ഉറപ്പ് വരാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കയറി പ്രഭാതയാമത്തിൽ ഫറവോനെ കൂട്ടരെയും ആ ചെങ്കടലിൽ ദൈവം മുക്കിക്കളയുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ രാത്രിയിൽ ഉണർന്നാൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ നിന്റെ ശത്രുവിനെ നിനക്ക് ജയിക്കാൻ കഴിയും. ഇതാ എൻ്റെ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വില കൊടുത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ. ചിലതിനെ ജയിച്ച സാക്ഷ്യമായി നിങ്ങൾ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ ഈ രാത്രിയാമകൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട്. കർത്താവേ, ജീവിതത്തിനകത്ത് നഷ്ടങ്ങൾ മാത്രം പറയുന്ന ചിലവർ ഇപ്പോൾ മുതൽ നന്മ പറയാൻ തുടങ്ങിയാണ്. കാരണം ഇവരുടെ ഉണർവ് ശത്രുവിനെ ഇല്ലാതാക്കുകയാണ്. ഹറിയ സിംഹത്തിൻ്റെ വായടയ്ക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ ശക്തി ഇവരുടെ വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗക്കിടക്കയിൽ നിൽക്കുന്നവർ അത്ഭുത സൗഖ്യത്തിലേക്ക് വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി സംഭവിച്ചതിനായി നന്ദി. യേശുവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു. ഇവർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ വലിയ തടസ്സങ്ങളെ ഇവർ ജയിക്കുകയാണ്. കർത്താവെ, ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ മക്കളുടെ മേലിൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കുവാൻ തയ്യാറാകണം. അതേ നിലയിൽ തന്നെ തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ
നിങ്ങളും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ കടന്നു വരിക, നേരിട്ട് കാണാൻ പറ്റുന്നവർ കാണുക. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം വാക്കുമാറാത്തവനാണ്. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ ഒന്ന് ഒരുക്കത്തോടെ ഈ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് കടക്കാരനല്ലല്ലോ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ദൈവം നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.